ഏറ്റവും അവസാനം വരെ സജീവമായ പരിഗണനയിൽ ഉണ്ടായിരുന്നൊരു പേരാണ് എൻ്റേതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും അവസാന നിമിഷം വരെ സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നൊരു പേര് ഇരുന്നത് കൊണ്ടായിരിക്കും നേരത്തെ വിളിക്കാൻ. ശേഷം വിളിച്ച് പറഞ്ഞു സിറ്റുവേഷൻ അനുകൂലമല്ലായിരുന്നു. അല്ല, അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ നമ്മൾ പുറത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് നൈതികമായി ശരിയല്ല. ഇത് കക്ഷി രാഷ്ട്രീയമാണ്. അത് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തും. അവരുടെ ഓരോരുത്തരുടെയും പേര് ചൂണ്ടിക്കാണിച്ച് അതിനൊരു വിശദീകരണം കൊടുക്കുന്നത് ശരിയല്ല. ഒരു വ്യക്തിയല്ലാതെ ഏതെങ്കിലും സംഘടന, ഇത് രാഷ്ട്രീയ സംഘടന ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ ഇടപെട്ടിട്ടുണ്ടോ? അല്ല, പരസ്യമായിട്ട് രംഗത്ത് വന്നത് RSSൻ്റെ നേതാക്കളാണ്. അവർ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞത് ഞാൻ കോൺഗ്രസിൽ പോയി സീറ്റ് നിൽക്കുന്നത് ശരിയല്ല എന്ന വാദം ഉന്നയിച്ചു. RSS വൈക്കത്തപ്പൻ്റെ മണ്ണിൽ എന്നെ കാലുകുത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമുക്കത് അങ്ങനെ തുറന്ന് ചർച്ച ചെയ്യാനായിട്ട് പറ്റത്തില്ല. RSSന്റെ സമ്മർദ്ദം സീറ്റ് ലഭിക്കാതിരുന്നതിൽ കാരണമായെന്ന് താങ്കൾ പറയണ്ട, അതങ്ങനെ തന്നെയാണ്? തീർച്ചയായിട്ടും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. RSS നേരിട്ട് വന്ന് സീറ്റ് കൊടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സമ്മർദ്ദം എങ്ങനെ ഏർപ്പെടുത്തണമെന്ന് അറിയാവുന്നവരവർ, ആര് മുഖേന എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാവുന്നവരാ. അപ്പോൾ അതുകൊണ്ട് സംഘടനകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഈ താങ്കളെ പിന്തുണച്ച 18 സംഘടനകളുടെ നിലപാട് എന്താണെന്ന് പ്രഖ്യാപിച്ചോ? അത് മീറ്റിംഗ് കൂടിയോ? അല്ല, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു XOR Y ബൈനറിയിലല്ല ആലോചിക്കുന്നത്. വളരെ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നമാണ്. കേരളത്തിലെ ദളിതർ, ആദിവാസികൾ തുടങ്ങിയ വിഭാഗങ്ങളെ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെയുള്ളത്. എനിക്ക് സീറ്റ് കിട്ടുമല്ലോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് മേടിച്ചോ, അദ്ദേഹം ഇങ്ങോട്ട് ഓഫർ ചെയ്തോ എന്നതിനപ്പുറം ഈ വിഭാഗത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു രാഷ്ട്രീയ പദ്ധതി അവർക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ്. സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പേര് സജീവ പരിഗണനയിലാണ്, ഇതാണ് പറയുന്നത്. ആ വാക്കാ ഉപയോഗിക്കുക, സജീവ പരിഗണന, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടിയില്ല എന്നുള്ളതൊരു വിവാദമാകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് VD സതീശനുമായിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹമായിട്ട് ഇക്കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇന്നലെ രാത്രിയും അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ സീറ്റ് വാഗ്ദാനം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാത്രി സീറ്റ് ലഭിക്കാതെ വന്നപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ താങ്കളുടെ പേരില്ലാതെ വരികയും പിന്നീട് താങ്കളെ വിളിക്കുകയും ചെയ്തത് ക്ഷമാപണം പോലെ നടത്താൻ പിടിച്ചതാണോ? അല്ലെങ്കിൽ തനിക്ക് ക്ഷമാപണം എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കരുത്. അദ്ദേഹം വിളിച്ചതിൻ്റെ അർത്ഥം സജീവ പരിഗണന സ്ഥാനാർത്ഥിത്വമായി മാറിയില്ല, അതുകൊണ്ടാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇക്കാര്യത്തിൽ VD സതീശന് പ്രതിപക്ഷ നേതാവിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. അദ്ദേഹം ഒരു സീറ്റ് വൈക്കത്ത് പരിഗണിക്കാമെന്ന് പറയുന്നു. ആ പരിഗണന സ്ഥാനാർത്ഥിത്വമാക്കി മാറ്റാൻ പറ്റിയില്ല. അത് പൊളിറ്റിക്സിൽ സാംഭവികമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, VD സതീശൻ വിളിച്ച സമയത്ത് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള വിയോജിപ്പുകൾ, അതായത് താങ്കൾക്കുള്ള വിയോജിപ്പുകൾ അറിയിച്ചോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ താങ്കളെ നേരത്തെ അറിയിക്കാമായിരുന്നു എന്നുള്ള സാധനമുണ്ടല്ലോ. കാര്യം ഈ വാർത്തകളെല്ലാം വന്നപ്പോഴും നേതൃത്വം നിഷേധിച്ചില്ല. പിന്നെ തുടർന്ന് ഏറ്റവും അവസാനം വരെ സജീവമായ പരിഗണനയിൽ ഉണ്ടായിരുന്നൊരു പേരാണ് എൻ്റേതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും അവസാന നിമിഷം വരെ സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നൊരു പേര് ഇരുന്നത് കൊണ്ടായിരിക്കും നേരത്തെ വിളിക്കാൻ. ശേഷം വിളിച്ച് പറഞ്ഞു സിറ്റുവേഷൻ അനുകൂലമല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് വൈക്കത്ത് വന്ന വാർത്ത ശരിയാണ്. വൈക്കത്ത് പ്രവർത്തകരെതിരായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ വികാരം മാനിച്ചാണ്. അങ്ങനെ വികാരം മാനിക്കാനാണെങ്കിൽ കേരളത്തിൽ എവിടെയും സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസിന് പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഇക്കാര്യത്തിൽ VD സതീശനുമായിട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നതയോ അദ്ദേഹത്തെ കുറ്റപ്പെടുന്ന ഒരു നിലപാടോ എനിക്കില്ല. അദ്ദേഹം ഇപ്പോൾ ഇനി എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് അറിയാം എന്താണ് നടന്നതെന്നുള്ള കാര്യം. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഈ ഡിമാൻഡ് റേസ് ചെയ്യുന്നു, നമ്മൾ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നു, അദ്ദേഹം സജീവ പരിഗണനയ്ക്ക് വെക്കുന്നു. ഇത്രയാണ് സംഭവിച്ചിട്ടുള്ളത്. സജീവ പരിഗണന എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സ്ഥാനാർത്ഥിത്വം ആയില്ലെങ്കിൽ ഞാനെന്തിനാണ് പരിഭവപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.